ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹക്കൂട്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ആണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന പുഡിംഗ് ആണിത്. നമുക്ക് എങ്ങനെയാണ് ഈ പുഡിംഗ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ചു കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരല്പം നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ്ങിൻ്റെ മിക്സ് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. അതിനായിട്ട് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇതൊന്ന് കുറുക്കിയെടുക്കേണ്ടത്. കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ജസ്റ്റ് ഒന്ന് കുറുകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഫൈനലി നമ്മൾ ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്തതാണ്. ഇതും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ പുഡിങ് വളരെയധികം ടേസ്റ്റി ആയിരിക്കും. അപ്പം നമ്മുടെ പുഡിങ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിങ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കേക്ക് ടിന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസ് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് കുറച്ച് ചെറീസ് ഇട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പുഡിങ് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലിരുന്ന് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഒരു 15 മിനിറ്റ് ഫ്രീസറിലേക്ക് എടുത്തു വെക്കാം. അതിനുശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള മിൽക്ക് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.